എടവനക്കാട് പഞ്ചായത്തിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി തുടരുന്നു. ആഴ്ചകളോളം കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സഞ്ചരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണയും പന്തം കൊളുത്തി പ്രകടനവും നടത്തി. ഫ്ലാഗ് സെക്രട്ടറി അനിൽ പ്ലാവിയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ PB സാബു അധ്യക്ഷത വഹിച്ചു. എടവനക്കാട് പഞ്ചായത്തിലെ രൂക്ഷമായ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുക, ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കുക, CRZ മാപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരസമിതി ഭാരവാഹികൾ വില്ലേജ് ഓഫീസർക്ക് നിവേദനം നൽകി. പ്രശോഭ് ഞാവേലി, ഡിറ്റോ ആന്റണി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. ചാത്തങ്ങാട് നിന്നും ആരംഭിച്ച പന്തംകൊളുത്ത് പ്രകടനം അണിയൽ ബസാറിൽ സമാപിച്ചു. ഓരോ വർഷവും അവിടെ വെള്ളക്കയറ്റവും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് മുൻകാലങ്ങളിൽ അവിടെ മെയിൻ്റനൻസ് പണി ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. 20 വർഷമായി. ഇതിനൊക്കെ പരിഹാരമുണ്ടാവണമെങ്കിൽ ജനകീയ സമിതി സേവനമുള്ള ജനകീയ സമിതികളുണ്ടാക്കി, ജനകീയ സമരങ്ങളുണ്ടാക്കി, പരിഹാര മാർഗം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പരിഹാരമുണ്ടാകൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സമരത്തിന് നിരന്തരയുടെ എല്ലാവിധ പിന്തുണയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്നതുപോലെ തന്നെ എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാ തരത്തിലും ഇതിനെ സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തീരദേശ മേഖലയിലെ 9ാം വാർഡ് പ്രതിനിധീകരിക്കുന്ന സ്വാഗതം ആശംസിച്ച പ്രശോഭ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അനിൽ പ്ലാവിൻസ്, അതുപരി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമരമുഖത്ത് ഉറച്ചു തന്നെ നിൽക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഈ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി നെട്ടോട്ടം ഓടി നടക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാരെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ഏതാനും നാളുകളായി നാം തീരദേശ മേഖലയെ സ്പർശിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ സ്പർശിക്കുന്ന തീരദേശ സംരക്ഷണം, അതിന് ജിഡയുടെ സഹായത്തോടുകൂടി ടെട്രാപോഡ് ചെല്ലാനം ഭാഗത്ത് വന്നതുപോലെ ഇവിടെയും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ തീരദേശം ഇന്ന് അനുഭവിക്കുന്ന തീരദേശങ്ങളിൽ വെച്ച് ഈ എടവനക്കാട് പ്രദേശമാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ 200 മീറ്ററോളമുള്ള ഈ എടവനക്കാട് പ്രദേശം മാത്രമാണ് ഇത്തരത്തിൽ ഒരു കടൽക്ഷോഭം ഉണ്ടായാൽ ഇല്ലെങ്കിൽ തന്നെ ഒരു വാഹന ഗതാഗതം പോലും നടത്താൻ പറ്റാതെ റോഡ് മണ്ണ് നിറഞ്ഞു കിടക്കുന്ന, ഇല്ലെങ്കിൽ കടലിനോടനുബന്ധിച്ച് ഭിത്തിയും അതോടെ വീടുകളും താമസിക്കുന്ന ഒരു പ്രദേശം വൈപ്പിൻകരയിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പ്രാദേശിക വിഷയങ്ങളൊന്നുമല്ലാതെ നായരുമ്പലത്തും കുഴിപ്പള്ളിയിലൊക്കെ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണെങ്കിൽ പോലും എടവനക്കാടാണ് ഏത് മനുഷ്യൻ നിഷ്പക്ഷമായിട്ട് വന്നു നോക്കിയാലും ആദ്യം ഇത് വരേണ്ടത്. ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിട്ട് പോലും ഇപ്പോഴും 100 കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഏതാണ്ട് നമ്മുടെ സമരത്തിന്റെ ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ച് ചെയ്തല്ലെങ്കിൽ പോലും ഈ പാത വിരോധിച്ചുകൊണ്ട് നാം നടത്തിയത്. പക്ഷെ അന്ന് ഏതാണ്ട് കയ്യിൽ വന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാം എന്തോ പറ്റിച്ചുകൊണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ പറ്റിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നടപ്പിലാക്കിയിരിക്കണം. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ എടവനക്കാട് ജനത, ഇടവന ചെറുപ്പക്കാര് എന്ത് മനോഭാവത്തിലാണ് ഇവിടെ കഴിയുന്നത്? അത് നടപ്പിലാക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ഏതാണ്ട് 2 ദിവസം കൊണ്ട് രൂപം കൊണ്ട ഒരു സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് പ്രാദേശിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 2-3 കാര്യങ്ങൾ മുൻനിർത്തി ഇവിടെ ഒരു സമരം ചെയ്യണം, ഒരു ധർണ നടത്തണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒറ്റക്കെട്ടായിട്ട് അത് സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു ധർണ നടത്താമെങ്കിൽ എത്ര ദിവസം വേണ്ടി വന്നാലും
ഈ ഉൾക്കാപ്പോട് വരുന്നവരെ അതോടൊപ്പം തന്നെ തീരമ്പുഴ താത്തുന്നവരെ നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയേ തീരും. ഞാൻ കൂടുതൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഉദ്ഘാടകൻ ഇതിനുവേണ്ടി ഞാൻ ഏറ്റവും നന്നായിട്ട് കാണുന്നത് ഇതിന്റെ ശുഭം ആരംഭം തന്നെ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അനിൽ പ്ലാവിൻസ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇതിന്റെ ശുഭം നല്ല രീതിയിൽ ഇത് കലാശിക്കും എന്നുള്ള എന്റെ പ്രതീക്ഷ. കാരണം വർഷങ്ങളായി എടവനക്കാട് പ്രദേശം എന്ന് പറഞ്ഞിട്ടില്ല. നായിരമ്പലം ഞാറക്കൽ മൂലങ്ങാട് തെക്കോട്ട് പ്രാദേശിക വിഷയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാദേശിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമരമുഖത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അനിൽ പ്ലാവിൻസ്. വളരെ സ്വതന്ത്രമായിട്ടും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ നീക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിലും മറ്റെല്ലാ രീതിയിലും പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിച്ചിരിക്കുക. സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നത് പണ്ട് വൃശ്ചിക വെള്ളപ്പൊക്കം എന്നുള്ള നിലയിൽ നവംബർ ഡിസംബർ മാസത്തിലുണ്ടായിരുന്ന വെള്ളക്കെട്ടാണെങ്കിൽ ഇപ്പോൾ 6-7 മാസം നിലനിൽക്കുന്ന ഒരുപക്ഷെ മരണവും ജനനവും തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന നിലയിലുള്ള ഒരവസ്ഥയാണ് ഇന്ന് വൈപ്പിൻകരയിൽ മുഴുവനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് എടവനക്കാട്. അവിടെ ഇന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഇത് പരിഹരിക്കാൻ സർക്കാർ തലത്തിലുള്ള ഒരു വലിയ ഇടപെടൽ അനിവാര്യമാണ്. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രമായ ഏതാണ്ട് 2.25 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വൈപ്പിൻകരയ്ക്ക് അതിൻ്റെ ജനസംഖ്യാനുപാതത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തൊരു പ്രദേശമാണ്. ആ നിലയിൽ വൈപ്പിൻകരയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ള നിലയിൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വീരൻപുഴ അടിയന്തരമായി ഡ്രഡ്ജ് ചെയ്യുകയും ശാസ്ത്രീയമായ പഠനം നടത്തി ഈ വെള്ളക്കെട്ടിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള നടപടികൾ അധികാരികൾ ഉടൻ നടപ്പിലാക്കുകയുമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള പരിശ്രമങ്ങൾ അടിയന്തരമായി തുടങ്ങണം എന്നുകൂടി അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. എടവനക്കാട്ടെ ജനകീയ സമരസമിതിക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇവർ പറയുന്ന ഒരു വിഷയം സാധാരണ നവംബർ ഡിസംബർ മാസത്തിലുണ്ടാവുന്ന വേലിയേറ്റമല്ല ഇത്. കാരണം ഇന്ന് ആ വേലിയേറ്റത്തിലെ വെള്ളപ്പൊക്കം പ്രളയസമാനമാണ്. പ്രളയസമാനമായ രീതിയിലാണ് പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നതുമെല്ലാം. ഇത് കാലാകാലങ്ങളായി ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യങ്ങളുണ്ട്. ഈ വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കിഴക്കേ പുഴകളെല്ലാം എക്കലും ചെളിയും നിറഞ്ഞ് ആഴമില്ലാത്തൊരവസ്ഥയുണ്ട്. അതെല്ലാം വകഞ്ഞു മാറ്റി എക്കലും ചെളിയുമെല്ലാം കോരി ഇത് ആഴം വർദ്ധിപ്പിക്കണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഈ ഒരു ആവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ കുറേയേറെ പ്രതിസന്ധികൾക്ക് ഇവിടെ പരിഹാരമാവും. ഇങ്ങനെ ഇവിടെ എടവനക്കാട് ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഞാറക്കൽ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളാണ് ഈ വിഷയം ഉന്നയിച്ച് സമരം നടത്തിയിട്ടുള്ളത്. കാരണം ഈ ഇടറോഡുകളിലൂടെയെല്ലാം അവർക്ക് യാത്രക്കാരുമായി പോയെങ്കിൽ മാത്രമേ അവരന്നുള്ള വരുമാനം അവർക്ക് കിട്ടുകയുള്ളൂ. ആ സമയത്ത് ഈ ഉപ്പുവെള്ളത്തിലൂടെയെല്ലാം ഈ ഓട്ടോറിക്ഷയും വാഹനങ്ങളും എല്ലാം കടന്നു പോകുമ്പോൾ അവരുടെ വണ്ടികൾ നശിച്ചു പോകുന്നു, തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് അടിയന്തരപരമായി നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് വരണം. കാരണം ചർച്ചകളും IIT പഠനങ്ങളും ഫോക്ലോർ ഫെസ്റ്റുമൊന്നുമല്ല. ഇനി നടപടിയാണ് നമ്മൾക്ക് ആവശ്യം. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം മഴക്കാലം വരുന്നു. ഇനി നമ്മൾ കടൽക്ഷോഭമുണ്ടാവുന്നു. വീണ്ടും കിടക്കയും എടുത്ത് ഈ റോഡിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ജനം മാറുന്നു. ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രദേശ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എടവനക്കാട് നടക്കുന്ന ഈ ഒരു വേലിയേറ്റ വേലിപ്പൊക്കത്തിന് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്.
ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു പ്രശ്നം കേരളം മുഴുവൻ വ്യാപിക്കുന്ന പ്രശ്നമായി മാറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ വൈപ്പിൻകരയിലെ എല്ലാ പഞ്ചായത്തുകളും ഇത് സ്വന്തം കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിസരത്തിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെന്റെ വിനീതമായ നമസ്കാരം. രാഷ്ട്രാന്തരീയ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി നാം വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ മാനവരാശിയെ സംബന്ധിച്ച വിധിനിർണായകമായ പങ്ക് തുടർന്നും വഹിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച സമൂഹം വൈപ്പിൻകരയിലെ സമൂഹമാണ്. ഈ വൈപ്പിൻകര ഉണ്ടായിട്ട് 700 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള വൈപ്പിൻകരയിൽ കേരളത്തിന്റെ തീരദേശ പ്രദേശം 592 കിലോമീറ്ററാണ്. ആ 592 കിലോമീറ്ററിൽ വൈപ്പിൻകര എന്ന് പറയുന്നത് ഏഷ്യ വൻകരയിലെ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ഒരു ദ്വീപ്. ഈ വൈപ്പിൻ ദ്വീപിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. ആ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളിൽ 50% തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെ ജീവിച്ചു പോരുന്ന ഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തീരദേശ പരിപാലന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഈ തീരദേശ പരിപാലന നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ എംപിമാരും ലക്ഷക്കണക്കിന് രൂപ ഓണറേറിയം വാങ്ങിക്കുന്ന, അലവൻസുകൾ വാങ്ങിക്കുന്ന ഈ എംപിമാരും മന്ത്രിമാരും എവിടെയായിരുന്നു? ആ ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചപ്പോൾ ഒരക്ഷരം പോലും പറയാതെ അത് കണ്ണടച്ച് പാസാക്കുവാൻ മൗനാനുവാദം നൽകിയ എംപിമാരാണ് അന്നത്തെ കേരളത്തിലെ എംപിമാർ. പിൽക്കാലത്താണ് അറിഞ്ഞത് ആ തീരദേശ പരിപാലന നിയമം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ വൈപ്പിൻകരയിലെ നിവാസികൾക്ക് ഇടുക്കിയായിരുന്നു എന്ന കാലം തെളിയിച്ചിരിക്കുന്നു. 3 സെന്റും 5 സെന്റും സ്ഥലമുള്ളവർക്ക് ഈ തീരദേശ പരിപാലന നിയമം വന്നതോടുകൂടി സ്വന്തമായി ഒരു വീട് വെക്കുവാനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീട് അനുവദിക്കാനോ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ നിയമം ഈ അടുത്ത കാലത്ത് ഭേദഗതി ചെയ്തപ്പോൾ എന്താണ് വൈപ്പിൻകരയിലെ പഞ്ചായത്തുകളിലെ അവസ്ഥ? നായിരമ്പൻ പഞ്ചായത്തിന് ഒരു നിയമം,
എടവനക്കാട് പഞ്ചായത്തിന് മറ്റൊരു നിയമം. ഈ പഞ്ചായത്തുകളെല്ലാം വൈപ്പിൻകരയിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇവിടെ മാറി മാറി ഭരിച്ച മുന്നണികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് അറിയാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി അന്ന് അദ്ദേഹം പാർലമെന്റ് അണ്ടർടേക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ എടവനക്കാട് നിവാസികൾ നേരിടുന്ന ഈ വെള്ളപ്പൊക്കം, കടലിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കയറി സ്വന്തം കിടപ്പാണ് വെള്ളത്തിലടിയിലായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഈ അണിയൽ പ്രദേശത്ത് വന്ന് അതിന് പരിഹാരം തേടുവാൻ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുകയും അങ്ങനെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതികളെ ചേർത്ത് അഭിപ്രായ സമന്വയം നടത്തി അദ്ദേഹം ഇവിടുന്ന് പോയി. ആ പോയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റ് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള കൗതുകം നാം ഓരോരുത്തർക്കുമുണ്ട്. ഇവിടെ രാഷ്ട്രീയം പാടില്ല, മറ്റു പാടില്ല എന്നെല്ലാം എന്റെ ബഹുമാന്യ സുഹൃത്ത് പ്രസംഗിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രം എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന പ്രമുഖ മുന്നണികൾ ഇക്കാര്യത്തിൽ എന്താ രാഷ്ട്രീയം കാണാത്തത്? അത് പരസ്പര വിരുദ്ധമായ കാര്യമല്ല. ഇവിടെ ജനകീയ സമിതികൾ രൂപീകരിക്കുന്നു. അസംബ്ലിയിൽ പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷിയെ ഘടിപ്പിക്കുന്നില്ല. അധ്യക്ഷൻ അവർ അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സഹോദരൻ അനിൽ ക്ലാവിയക്ക്, ഈ ജനകീയ സമര സമിതിയിൽ മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ ജനകീയ സമര സമിതിയുടെ പ്രക്ഷോഭങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, സാമുദായിക സംഘടനകൾ, മറ്റ് സഹോദരന്മാർ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആദ്യമായി ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ സമര സമിതിക്ക് എല്ലാവിധ രക്തഹരിത അഭിവാദ്യങ്ങൾ ആദ്യമായി നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, വളരെ മൗലികമായ 4 ആവശ്യങ്ങളാണ് ഈ വേലിയേറ്റത്തിന്റെ ദുരിതം എടവനക്കാട് നിവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സമരസമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. വളരെ മൗലികമായ 4 ആവശ്യങ്ങൾ. ആ 4 ആവശ്യങ്ങൾ മർമ്മപ്രധാനമായ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഇവിടെ ഒരു സമാധാനം സ്ഥാപിതമാകുകയുള്ളൂ. വൈപ്പിങ്കര അനേകമായിരം സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ജന്മഭൂമിയാണ്. നിങ്ങൾക്കറിയാം, പി.കെ. ബാലകൃഷ്ണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ഇതിഹാസം എഴുതിയ പി.കെ. ബാലകൃഷ്ണൻ, സിനിമാ നടൻ വിൻസെൻ്റ്, അതുപോലെ ശങ്കരാടി, അതുപോലെ തന്നെ ഒട്ടനവധി കലാകാരന്മാരുടെ ജന്മഭൂമിയായ ഈ വൈപ്പിങ്കരയ്ക്ക് ഇതേ കൂട്ടുള്ള ഒരു ദുർവിധി ഉണ്ടായതിൽ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഈ ഭരണകൂടത്തോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രദേശത്തിൻ്റെ ഈ ദുസ്ഥിതിയിലേക്ക് നിങ്ങൾ
വരണമെന്നും അതിലേക്ക് ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നുള്ളതുമാണ്. ഒരു പ്രദേശത്തെ ഒട്ടാകെ അഭയാർത്ഥികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ തീരദേശ കരി നിയമവും അതേ കൂട്ട് തന്നെ ഈ വെള്ളപ്പൊക്കവും ഇവിടുത്തെ ജനജീവിതത്തെ ആകെ ദുസ്ഥിതിയിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ നാം ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ ജാതിമത വർഗ വ്യത്യാസം കൂടാതെ ജാതിമത രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ കമ്പാർട്ട്മെൻറ്റുകളിൽ സഞ്ചരിക്കാതെ നാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈപ്പിൻകരയുടെ മുഖ്യ പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കടൽ ഭിത്തിയോടനുബന്ധിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തതയാണ്. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന CRZ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ ഇതുവരെ വൈപ്പിൻകരയിലെ എടവനക്കാട് വില്ലേജ് അടക്കമുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടക്കാണ് കടലേറ്റവും കടലാക്രമണവും നടക്കുന്നത്. നമുക്കറിയാം, വൈപ്പിൻകര എന്ന് പറയുന്ന 25 കിലോമീറ്റർ നീളമുള്ള ഈ ചെറിയ ദ്വീപിൽ ഇവിടെ നിന്ന് ഉദിച്ചുയർന്ന താരങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന് മുഴുവനും എന്നും പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരൻ അയ്യപ്പൻ്റെയും KC അബ്രഹാം മാഷിൻ്റെയും അതുപോലെ തന്നെ ഫിലിം സ്റ്റാർ വിൻസെൻറ്റിൻ്റെയും സമര നായകരായി ഇവിടെ നിന്ന് ഉയർന്നു വന്ന MK കൃഷ്ണൻ്റെ ഒക്കെ നാടാണ് ഈ വൈപ്പിൻകര. സർവോദയം കുര്യനെ പോലെയുള്ളവരെ ഇന്നും മനസ്സിലാരാധിക്കുന്ന ആതുര ശുശ്രൂഷ രംഗത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള പ്രതീകങ്ങളാണ്. പക്ഷേ അവരെയൊക്കെ ഇന്നും അവരുടെ ആത്മാക്കൾക്കൊക്കെ ഇന്നും ദുഃഖം നൽകുന്ന പ്രവർത്തനങ്ങളും നടപടികളുമാണ് ഭരണാധികാരികളിൽ നിന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കടലേറ്റ ഭൂമിയായി അറിയപ്പെടുന്ന വൈപ്പിൻകരയുടെ തീരപ്രദേശത്ത് ഒരു കടൽഭിത്തി. നമുക്കറിയാം, ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് തുല്യമാണ് ഈ കടലോരം എന്ന് പറയുന്നത് കേരളത്തെ സംരക്ഷിക്കുന്നത്. 590 കിലോമീറ്റർ നീളമുള്ള ഈ കേരളത്തിൻ്റെ കടലോരത്ത് ഒരു യുദ്ധസമാനമായ രീതിയിൽ ഈ കടൽ ഭിത്തി കെട്ടി അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം ചില ഘട്ടങ്ങളിൽ എടവനക്കാട്, നായരമ്പലം പോലെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കടലേറ്റത്തിനും കടലാക്രമണത്തിനും വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേക ഘട്ടത്തിലാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കുടിവെള്ളക്ഷാമത്തിനെതിരെയും CRZ അപര്യാപ്തതകൾക്കെതിരെയും കടലേറ്റ വേലിയേറ്റ പ്രശ്നങ്ങൾക്കെതിരെയും ഇന്ന് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ജനകീയ സമരസമിതി നടത്തുന്ന ധർണ നടക്കുന്നത്. ധാരാളം സമരപരിപാടികൾ നടത്തേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. കണ്ണു തുറക്കാൻ മടിച്ചിരിക്കുന്ന ഭരണവർഗങ്ങളെ ഇതിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ഈ വൈപ്പിൻകരയിലെ നിവാസികൾക്ക് ഇന്ന് ശക്തമായി പോരാടാനുള്ള കഴിവുണ്ട്. ആ കഴിവ് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഉത്സുകരായിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഈ സമര നടപടികളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ നടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ പ്രദേശത്ത് തുടരുന്ന അതിരൂക്ഷമായ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനകീയ സമരസമിതിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടായ അതിരൂക്ഷമായ കടൽക്ഷോഭത്തെ തുടർന്ന് റോഡ് ഉപരോധമടക്കമുള്ള നിരവധിയായ സമരങ്ങൾ നടത്തിയ ഒരു ജനകീയ സംഘടനയാണ് ജനകീയ സമരസമിതി. അപ്പോൾ സമിതി അത്തരമൊരു സമരങ്ങൾ തുടരുന്നൊരു കാലഘട്ടമാണ്. ഞങ്ങളിപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ കടൽഭിത്തി നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് അണിയൽ ഭാഗത്തു നിന്നും പുഴപ്പള്ളി ഭാഗത്തു നിന്നും കടപ്പുറത്തൂടെ കാൽനടയായിട്ടൊരു പദയാത്ര റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു വർക്കിലാണ്.
പക്ഷെ അതിനിടയിൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നത് കൊണ്ട് അത്തരമൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു സമരം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ദിവസങ്ങളോളമായി സെപ്റ്റിക് ടാങ്ക് അടക്കം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഇങ്ങനെ എല്ലാ വീടുകളിലും വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഈ റോഡിനൊരു 500 മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തും 500 മീറ്റർ കിഴക്ക് ഭാഗത്തും താമസിക്കുന്ന ജനങ്ങൾ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. കുട്ടികളടക്കമുള്ള ആളുകൾ ഈ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലൂടെയാണ് സ്കൂളുകളിലേക്ക് പോകുന്നത്. പ്രായമേറിയവർ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാം, കാൽനടയായി സഞ്ചരിക്കുന്ന എല്ലാവരും ഈ വെള്ളക്കെട്ടിലൂടെ നീന്തിയാണ്, ഈ സാംക്രമിക രോഗങ്ങൾക്ക് നടുവിലൂടെയാണ് ഇവരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ വീടുകളെ സംബന്ധിച്ച് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് അവരുടെ വീടുകളുടെ ബലക്ഷയം വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓട്ടോ തൊഴിലാളികളടക്കമുള്ള ആളുകൾ അത്തരം പ്രദേശങ്ങളിലേക്ക് ഓട്ടം പോകാനായിട്ട് വിസമ്മതിക്കുകയാണ്. അവരുടെ വാഹനം കേടുവരും. ഇത്തരത്തിൽ ഏത് രീതിയിൽ നോക്കിയാലും വലിയ ദുരിതമാണ് ജനം അനുഭവിക്കുന്നത്. ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുക. എക്കൽ അടിഞ്ഞുകൂടി പുഴയുടെ ആഴം കുറഞ്ഞിട്ടുണ്ട്. ഈ എക്കൽ വാരി പുഴയുടെ ആഴം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരം എന്ന് സൂചിപ്പിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ അനിൽ പ്ലാവിയൻ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആണ് ജനകീയ സമരസമിതി നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ആണ് എന്ന കാര്യത്തിൽ എടവനക്കാട് തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ കഴിഞ്ഞ 21 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വലിയ സമരത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മളെല്ലാവരും. ആ സമരത്തിൽ നിരവധി കേസുകൾ എടുക്കപ്പെടുകയും എല്ലാ കേസുകൾക്കും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾക്കൊരു ആശ്വാസമെന്ന് തോന്നുമാർ നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ആവശ്യപ്പെട്ട ടെട്രോപാഡ് ഇത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് പത്രവാർത്ത ലഭിച്ചത്. പണ്ട് തൊട്ടേ സമരം 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 എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വൈപ്പിൻ ജനത ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സമരങ്ങൾ നടന്ന മണ്ണാണ്. ഇതേ മണ്ണിൽ സ്വന്തം ഭൂമിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ സ്വന്തമായൊരു ഭൂമി ഉണ്ടായിട്ടും അവിടെ ഒരു കൂര കെട്ടി അവനെ ഉറങ്ങുവാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുന്നു CRZ കരിനിയമങ്ങൾ മൂലം. എന്നാൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇളവുകളോടെ 2020-21 അമെൻമെന്റ് പാസാക്കിയിട്ടുള്ളതാണ്. അതുകൂടെ നടപ്പിലാക്കാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കൂടാതെ 2004 ഡിസംബർ 26 നാം കേരള സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ മറക്കാനാവാത്ത ഒരു അനുഭവം സൃഷ്ടിച്ച സുനാമി എന്ന പ്രതിഭാസമുണ്ടായ ഒരു ദിവസമാണ്. നാം മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 2024 ഡിസംബർ 26 വരുമ്പോൾ വന്നപ്പോൾ അത് 2 പതിറ്റാണ്ട്, അതായത് 20 വർഷക്കാലം കഴിഞ്ഞു. സുനാമി ഇവിടെ ഇടവനക്കാട് 4 ജീവനുകൾ എടുത്ത ഒരു പ്രദേശം. മനസ്സിലാക്കണം, നമ്മളുടെ ഈ അറേബ്യൻ സീ അല്ലെങ്കിൽ അറബിക്കടൽ എന്ന് പറയുന്ന വൈപ്പിൻ ദ്വീപിന്റെ പടിഞ്ഞാറുള്ള ഈ തീരപ്രദേശം ഈ CRZ തീരദേശ പരിപാലന നിയമം
നിലനിൽക്കെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ തീരപ്രദേശമായ ഈ തീരപ്രദേശം എന്തുകൊണ്ട് CRZ തീരദേശ പരിപാലന നിയമത്തിന്റെ കീഴിൽ വന്നില്ല? യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തിയാക്കേണ്ട ഈ സീവാൾ തീരദേശ ഭിത്തി എന്തുകൊണ്ട് ഗവൺമെന്റ് കെട്ടിപ്പൂർത്തീകരിച്ചില്ല? ഇപ്പോഴും പടിഞ്ഞാറ് ചെന്ന് നോക്കിയാൽ കാണാം നമുക്ക് അവിടെ ഒരു തീരദേശത്ത് ഭിത്തിയില്ലാതെ ഇടിഞ്ഞു വീണിട്ട് അവിടെ നിന്ന് വെള്ളം അടിച്ചു കയറി ആ വെള്ളം ഒഴുക്കി വിടുന്നതിനായി തോട് കീറി കണ്ടത്തിലേക്കും തോടുകളിലേക്കും വിടുന്ന സാഹചര്യം. മനുഷ്യാവകാശ ലംഘനം എന്നല്ലാണ്ട് ഇതിനെന്ത് വിളിക്കാൻ? ഇവിടുത്തെ നിയമപാലകർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം നമ്മൾ അധിക്ഷേപിക്കുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നിയമവകുപ്പ് ഉൾപ്പെടെ ഞങ്ങളുടെ പേരിൽ കേസുകളെടുത്ത് റോഡിലിറങ്ങി സമരം ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള കിരാത നിയമങ്ങൾ വാഴുമ്പോൾ ജീവിക്കാൻ അനുവദിക്കാതെ ജനങ്ങളെ അഴുക്കിലെ പുഴുക്കളെ പോലെ നരകയാതന അനുഭവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ വേലിയേറ്റം മൂലം വെള്ളക്കെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. നാം ഒന്ന് ഓർക്കണം, 2018 പ്രളയാനന്തരം നമ്മുടെ ഈ ദ്വീപിന്റെ കിഴക്ക് ഭാഗം വീരൻപുഴ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, പ്രളയാനന്തരം അവിടെ എക്കൽ അടിഞ്ഞു കൂടിയിട്ട് അവിടെ നിന്ന് വരുന്ന കിഴക്കൻ വെള്ളം ഉൾക്കൊള്ളാനാവാതെ കരയിലേക്ക് കരകവിഞ്ഞു കയറുന്ന സാഹചര്യം. ഈ വൃശ്ചികപ്പൊക്കം വേലിയേറ്റം എന്ന് പറയുമ്പോൾ ഈ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതും കൂടിയാകുമ്പോൾ ഇരട്ടിയാവുകയാണ്. കുടുംബശ്രീ പ്രവർത്തകയാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ തന്നെയാണ്. ഇന്നലെ ഒരു ഇത്തിരി കുറവുണ്ടായെങ്കിലും ഇന്ന് അതിൽ കൂടുതൽ വെള്ളമാണ്. ഞങ്ങൾ നീന്തി ഇതൊക്കെയാണ് ഇവിടം വരെ ഇന്ന് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ വെള്ളത്തിൽ നീന്തി കഴിയുന്നവരായിരിക്കില്ല കൂടുതലും ഇത് കേൾക്കുന്ന അധികാരികൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങള് നിങ്ങൾ എല്ലാവരും കേട്ട് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മളുടെ വൈപ്പിൻകര ഒട്ടേറെ മഹാന്മാർക്ക്, എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക്, ഒരുപാട് നേതാക്കൾക്കൊക്കെ ജന്മം നൽകിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്നത്തെ വൈപ്പിൻകരയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെ ലജ്ജ തോന്നുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വെറും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഗതികേടായിരിക്കുന്നു. നിങ്ങൾക്കറിയാൻ ചരിത്രം, കുടിവെള്ളത്തിനായി ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത് വൈപ്പിൻകരയിലാണ്. അതുപോലെ ഇപ്പം നിലവിൽ സമരം നടക്കുന്നത് അതേപോലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇന്ന് നടക്കുന്ന ധർണ വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം ജനങ്ങൾക്ക് അവരുടെ പാർപ്പിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഓവർഫ്ലോ വരുന്ന വെള്ളം, വീരൻപുഴയിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാ വീടുകളുടെയും അടിത്തറയിളക്കുന്ന രീതിയിലാണ് നമ്മളുടെ ദുരിതപൂർണ്ണമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം ഇവിടെ പൊതുവായി ജനങ്ങളുടെ വീടുകളിൽ കക്കൂസുകൾ പോലും ഇരിക്കുന്നത് വളരെ താഴ്ന്ന പ്രദേശത്താണ്. ഈ ഓവർഫ്ലോ ചെയ്തു വരുന്ന വെള്ളം ഇവരുടെ കക്കൂസ് ടാങ്കുകൾ വരെ നിറഞ്ഞുകൊണ്ട് മലിനീകരിക്കപ്പെട്ട വെള്ളമാണ് ചുറ്റിലും പരന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നു, വൃദ്ധരായവരും രോഗികളായ നടന്നു നീങ്ങുന്നു, മറ്റുള്ളവരെല്ലാം ജോലിക്ക് പോകുന്നത് വെള്ളത്തിലൊക്കെ ചവിട്ടിക്കൊണ്ടാണ്. പക്ഷെ ഇതൊന്നും കാണാൻ ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നില്ല. വളരെയധികം പകർച്ചവേദികൾ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന, പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ മലിനീകരിക്കപ്പെട്ടൊരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിലേക്കും ജലാശയങ്ങളിലേക്കും കടലിലേക്കും ഒഴുകിയെത്തുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണമെങ്കിലും നടത്താൻ ഇന്നേ വരെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരുണ്ടായിട്ടില്ല, ഭരണകൂടത്തിൽ നിന്ന് ആരും തയ്യാറായിട്ടില്ല. ഇതെല്ലാം എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ്. വീരൻപുഴയുണ്ട് തൊട്ടടുത്ത്, അതിൽ എക്കൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് വാരി അത് കോരിയെടുത്ത് അടുത്തുള്ള ചിറകൾ നിർമ്മിച്ച് വേലിയേറ്റം തടയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അതൊന്നും
നമ്മുടെ ഭരണാധികാരികൾ അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ പ്രവൃത്തികൾ നടക്കുന്നില്ല. ഇതുകൂടാതെ വീടില്ലാത്തവരുടെ പ്രശ്നം അതിനേക്കാൾ രൂക്ഷമായിരിക്കുകയാണ്. എടവനക്കാടുള്ള പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഇന്നും CRZ എന്ന് പറയുന്ന വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയിൽ പെട്ടുകിടക്കുകയാണ്. നോ ഡെവലപ്മെന്റ് സോൺ, അതായത് അവർക്ക് വീട് വെക്കാൻ കഴിയില്ല, നിയന്ത്രണ നിരോധിത മേഖല എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരവസ്ഥ. വൈപ്പിങ്കര മൊത്തത്തിലുള്ള ബൊക്കാളിപ്പാടങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ CRZ മാപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോഴും വൈപ്പിങ്കരയിൽ എടവനക്കാട് എന്ന് പറയുന്ന പഞ്ചായത്തിനെ വളരെ രൂക്ഷമായി അവഗണിച്ചുകൊണ്ടാണ് പുതിയ മാപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം അധികാരികളുടെ അനാസ്ഥ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അനാസ്ഥ എന്നല്ലാതെ എന്ത് പറയാനാണ്? അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇവിടെ ഇരകളായി ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകാൻ കേരള സർക്കാർ തയ്യാറാകണം. അതിനുവേണ്ട ഉദ്യോഗസ്ഥർ അതിനുവേണ്ട നടപടികൾ എടുക്കണം. അതുപോലെ വലിയൊരു വിഷയമാണ് കടൽഭിത്തിയില്ലാത്തത്. സുനാമി എന്ന വലിയ മാരകമായിട്ടുള്ള 5 പേരുടെ ജീവനെടുത്ത ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് 20 വർഷങ്ങൾ കഴിയുമ്പോഴും എടവനക്കാട് പ്രദേശത്ത് നല്ലൊരു റോഡില്ല, നല്ലൊരു കടൽഭിത്തിയില്ല. ഇവിടെ മരിച്ചയാളുടെ മൃതദേഹം കൊണ്ടുപോകുന്നത് കൈക്കെടുത്തിട്ടാണ്, കിലോമീറ്ററുകൾ നടന്നിട്ടാണ്. ഇത്തരത്തിലുള്ള ദുരവസ്ഥ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സമരത്തിന്റെ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2-3 മാസമായി വൈപ്പിങ്കരയിൽ ഫോക്ലോർ ഫെസ്റ്റുകൾ നടക്കുകയാണ്. ഓരോ പ്രദേശത്തും ജനങ്ങൾ ആടിപ്പാടി തിമിർക്കുകയാണ്. ഇവിടെ അടിസ്ഥാന ജനവിഭാഗം സ്വന്തം കുടിവെള്ളത്തിനായി, സ്വന്തം വീടിനായി, ജീവിക്കാനുള്ള കൂരയ്ക്കായി സമരം ചെയ്ത് തെരുവിലിറങ്ങുമ്പോൾ ഇവിടെ കുറേ പേർ അവരുടെ സുഖലോലുപതയിൽ മുങ്ങി അവർ ആർഭാടത്തിൽ ഫോക്ലോർ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിനെല്ലാമെതിരെ പ്രതിഷേധിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ വൈപ്പിങ്കരയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ സമരങ്ങൾ വരാനിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി സൂചനയാണ് ഈ ധർണ ഇന്നടവനക്കാട് പഞ്ചായത്തിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഭരണതലത്തിലുമെല്ലാം പ്രഷർ ചെലുത്തിക്കൊണ്ട് ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും, നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മളിവിടെ ഇവിടുത്തെ അടിസ്ഥാന ആവശ്യം ഇന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീരപ്രദേശത്ത് വേലിയേറ്റം തന്നെയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ മേഖലയിൽ കടൽ പ്രക്ഷോഭം കൊണ്ട് വെള്ളം കയറുന്ന ആ സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഇന്ന് തൊട്ട് കിഴക്കോശമുള്ള വീരൻപുഴയോട് ചേർന്ന് കിടക്കുന്ന വാർഡുകളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ആ വേലിയേറ്റം, ശക്തമായ വേലിയേറ്റം, അതുപോലെ തന്നെ ഇറങ്ങിപ്പോവാതെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തില് അടിയന്തര മീറ്റിംഗ് വെച്ച് ചർച്ച ചെയ്തു. അത് മാരക രോഗങ്ങൾ പടരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകണം. ഒപ്പം ഈ അടിയന്തര വിഷയം സർക്കാരിലോട്ട് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വിവിധ രാഷ്ട്രീയത്തിൽ പാർട്ടിക്കാരും വിവിധ സംഘടനകളും എല്ലാം പറയുന്നു. വീരൻപുഴയുടെ ആഴം വർദ്ധിപ്പിക്കണം. വീരൻപുഴയുടെ ആഴം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, എടവനക്കാടിന്റെ തീരപ്രദേശങ്ങളിൽ കടൽ ഭിത്തി കെട്ടി അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്ന ഒരു വലിയ പദ്ധതി കൂടി ഇവിടെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട MLAക്ക് കൂടിയുണ്ട്. അതുപോലെ തന്നെ അത് നടപ്പിലാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്, ഞാനടങ്ങുന്ന ജനപ്രതിനിധികൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം മുന്നോട്ട് പോകണം. 2 വിഷയങ്ങൾ തീരപ്രദേശത്തെ 2 വിഷയങ്ങളാണ്